Hello, good evening. Right. So once again, ഞാൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്തിടുകയാണ്. ഓക്കെ, ലൈവ് ക്ലാസ് നടക്കുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ഈ ക്ലാസ് വളരെ ഭംഗിയായി കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ഇത് നമ്മൾ ഓൾറെഡി 4 ക്ലാസ് മോഡേൺ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതിന് മുമ്പ് ആ ക്ലാസ് പ്രോപ്പറായി കണ്ടതിന് ശേഷം മാത്രം 5ാമത്തെ ക്ലാസ് കാണുക. ഓക്കെ, ഇതൊരു കണ്ടിന്യൂഷൻ ബേസിസ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം. റൈറ്റ്. സോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സസിൽ വളരെ ഡെപ്ത് ആയിട്ട് തന്നെ നമ്മൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ എന്റിറ്റിയിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ പവർ ഒരു ടെറിട്ടോറിയൽ എന്റിറ്റി ആയി മാറുന്നത് നമ്മൾ കണ്ടു. പല രീതിയിൽ യുദ്ധം ചെയ്ത് പല രീതിയിൽ അനക്സ് ചെയ്ത സംസ്ഥാനങ്ങൾ പ്രൊവിൻസുകൾ നമ്മളെല്ലാം ഡീപ്പായി പഠിച്ചു. സോ ആ മാറ്റത്തിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ മാറ്റം കൊണ്ട് സംഭവിച്ചിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും അതിൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഒരു ഇന്റർവെൻഷനും അതൊക്കെയാണ് നമുക്ക് ഈ റെഗുലേഷൻ ആക്ടും സെറ്റിൽമെന്റ് ആക്ടും ഒക്കെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക, ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഈ ഒരു റെഗുലേഷൻ ആക്ടും അല്ലെങ്കിൽ ബാക്കി ഭാവിയിൽ വന്നിട്ടുള്ള എല്ലാ ആക്ടുകളും എങ്ങനെയാണ് വരുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് മെയിൻസിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ട്രാൻസിഷൻ ഫ്രം ട്രേഡിംഗ് ടു പൊളിറ്റിക്കൽ പവർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു 4 ക്ലാസ്സസിൽ. ഷിഫ്റ്റ് ഫ്രം ദ കൊമേഴ്ഷ്യൽ ടു ടെറിട്ടോറിയൽ എന്റിറ്റി ബ്രിട്ടീഷുകാര് 1600കളിൽ ക്യൂൻ എലിസബത്തിന്റെ ചാർട്ടറുമായി വന്നു ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇവഞ്ച്വലി അവര് നമ്മുടെ ഇന്ത്യ പല രീതിയിലും അവരുടെ ഡോമിനൻസ് കാണിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അവരൊരു ഭാഗമായി മാറി. സോ അങ്ങനെ ഇഷ്യൂസ് വിത്ത് ദി കമ്പനി അഡ്മിനിസ്ട്രേഷൻ ഈ പറഞ്ഞ പോലെ റോബർട്ട് ക്ലൈവിന്റെ സമയത്ത് ഈ പ്രൈവറ്റ് ട്രേഡും അല്ലെങ്കിൽ കറപ്ഷനും നല്ല രീതിയിൽ കറപ്ഷൻ ഇൻക്രീസ് ആയി ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് റോബർട്ട് ക്ലൈവ്. ഇവഞ്ച്വലി ഇത് ഇങ്ങനെ ഒരു കറപ്ഷൻ പ്രാക്ടീസസ് കൂടുന്നതിനനുസരിച്ച് ഡെഫിനറ്റ്ലി അവിടെ ഒരു ഇന്റർവെൻഷൻ ഉണ്ടാവും, ബ്രിട്ടീഷ് ഇന്റർവെൻഷൻ ഉണ്ടായി. അതാണ് നമ്മുടെ റെഗുലേഷൻ ആക്ട്. ഓക്കെ, നമുക്ക് പഠിക്കാം. സോ വാട്ട് ഈസ് ദി ബാക്ക്ഗ്രൗണ്ട്? By this time, the company had already acquired political powers and power yielding territories and British and become an empire itself. Already നമ്മൾ പഠിച്ചു ഈ ഒരു സമയം ആവുമ്പോഴേക്ക് 1773 ആവുമ്പോഴേക്ക് British company realized company could no longer be allowed to remain outside the ambit of the state. They should നമുക്കിനി ഈ പവറിലേക്ക് എത്തിപ്പെടണം ഈ സ്റ്റേറ്റിന്റെ കാര്യത്തിലേക്ക് എത്തിപ്പെടണം. നമ്മൾ ഔട്ട്സൈഡ് നിന്നിട്ട് കാര്യമില്ല. വി ഷുഡ് ഓൾസോ റൂൾ ദ ഡുവൽ ഗവൺമെന്റ് ഓഫ് ബംഗാൾ. ഡുവൽ ഗവൺമെന്റ് ഓഫ് ബംഗാൾ നമ്മൾ ഓൾറെഡി പഠിച്ചു നിസാമത്തിയും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രോപ്പറായി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡുവൽ ഗവൺമെന്റ് ഓഫ് ദ ബംഗാൾ കറപ്ഷനിലേക്ക് നയിച്ചു ലെഡ് ടു റാമ്പന്റ് കറപ്ഷൻ എമംഗ് ദി റോബർട്ട് ക്ലൈവ് റോബർട്ട് ക്ലൈവിന്റെ കാലഘട്ടത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ കറപ്ഷൻ ഉണ്ടായിരുന്നത്. റോബർട്ട് ക്ലൈവിന്റെ ഒരു ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കാം ഇവിടുന്ന് പോകുമ്പോഴേക്ക് ഭയങ്കരമായിട്ടുള്ള പൈസയും കൊണ്ടാണ് ഭയങ്കരമായിട്ടുള്ള വെൽത്തും കൊണ്ടാണ് റോബർട്ട് ക്ലൈവ് തിരിച്ച് ബ്രിട്ടനിലേക്ക് പോയതും അവിടുന്ന് ഈ പറഞ്ഞ പോലെ നിയമ നടപടികളൊക്കെ ഏറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് റോബർട്ട് ക്ലൈവിന്. The dual government of Bengal led to rampant corruption in the whole system. The abuse of the private trade reached a greater height during the period of Robert Clive. Just to note Robert Clive. This attracted the interest of the British parliamentarians and suggested that the crown should take care of the company. Definitely ഉണ്ടാവും ഈ കറപ്ഷനും കാര്യങ്ങളൊക്കെ ഒരു പരിധി വിടുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഈ ബ്രിട്ടീഷ് പാർലമെന്റേറിയൻസിനേക്കാൾ കൂടുതൽ പൈസ ഈ പറഞ്ഞ പോലെ കമ്പനി അതോറിറ്റീസ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ആ രീതിയിൽ പാർലമെന്റ് അതോറിറ്റി ഇടപെടും. അങ്ങനെ ഇടപെട്ടു ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ ദിസ് റെഗുലേഷൻ ആക്ട് പിന്നീട് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു, കുറച്ച് റീസൺസ് കൂടി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല മിലിറ്ററി സെറ്റ് ബാക്ക് ബൈ ഹൈദർ അലിയുമായിട്ടുള്ള യുദ്ധം 1769 അത് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. അത് രണ്ടാമത്തെ റീസൺ ആണ് കണ്ടിന്യൂസ് വാർ. ഇതൊക്കെ നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സസിനെ ബാധിക്കുകയാണ് കമ്പനിയുടെ ആസ് വെൽ ആസ് ദ ബംഗാൾ ഫെമിനൈൻ ബംഗാൾ ഫെമിനൈൻ ഏകദേശം 10 മില്യണോളം
ബംഗാൾ ജനത മരണപ്പെട്ട അല്ലെ, വിഷൻ ഫെമൈൻ. അതും ഈ കമ്പനിയുടെ മിസ്മാനേജ് കൊണ്ടാണ് അല്ലെ. സോ ഇതൊക്കെയാണ് ദ റീസൺസ് വിച്ച് ലെഡ് ടു ദിസ് റെഗുലേഷൻ ആക്ട് ഓഫ് 1773 അല്ലെ. യെസ്. സോ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് വിച്ച് ലെഡ് ടു ദി റീസൺസ് ഫോർ ദി റെഗുലേഷൻ ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, കറപ്ഷൻ ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് റോബർട്ട് ക്ലൈവ് അല്ലെ. മെയിൻസിന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ പോയിന്റ് ഉണ്ട്, കാരണം ഈ ആക്ട് വന്ന് ഏത് രീതിയിലാണെന്നുള്ള വ്യക്തമായിട്ടുള്ള ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലെ. യുദ്ധം, കണ്ടിന്യൂസ് വാർ ബിറ്റ്വീൻ അല്ലെ, എക്സാമ്പിൾ ഹൈദരാലി, ബംഗാൾ ഫെമീൻ അല്ലെ, മിസ്മാനേജ്മെന്റ് കോസ്ഡ് ബൈ ദി കമ്പനി. അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് 3 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നാൽ 5 വരി എഴുതാനുള്ള കണ്ടന്റ് ആയി. സോ റെഗുലേഷൻ ആക്ട്, ദ എയിം വാസ് ടു റെഗുലേറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദി കമ്പനി ഇൻ ബോത്ത് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് ഇന്ത്യ, ഇന്ത്യയിലുള്ളതും ഇംഗ്ലണ്ടിലുള്ളതും അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആക്ട് പ്രൊവൈഡഡ് ഫോർ ദ ഡയറക്റ്റ് പാർലമെന്റേറിയൻ കൺട്രോൾ ഓവർ ദി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെ. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൽ ബ്രിട്ടീഷ് ഡയറക്റ്റ് പാർലമെന്റേറിയൻ കൺട്രോൾ ഉണ്ടാവും അല്ലെ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ട്രക്ചർ എന്തായിരുന്നു? തൊട്ടതായ ക്യൂൻ എലിസബത്ത് അല്ലെ, ഫസ്റ്റ് ക്യൂൻ എലിസബത്ത്, ഏറ്റവും മുകളിൽ ക്യൂൻ എലിസബത്ത് അല്ലെ സ്ട്രക്ചറിൽ. അതിന് താഴെ ജനറൽ കോർട്ട് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇതിന് താഴെയാണ് നമ്മുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് വരുന്നത്. ഓക്കെ, ഇതാണ് ഒരു സ്ട്രക്ചർ. ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഇതിന് താഴെയാണ് ഗവർണർ അല്ലെ. ഗവർണർ, ബംഗാൾ ഗവർണർ വരിക. ബംഗാൾ ഗവർണറുടെ അധീനതയിലാണ് മദ്രാസും അതേപോലെ തന്നെ ബോംബെയും വരിക. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാമെന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് വരച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഭാഗത്തുള്ള കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ എന്ത് ചെയ്തു, ഇവിടെ കുറച്ചും കൂടിയും കണ്ടോ പാർലമെന്റേറിയൻ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ നോക്കി. ഡയറക്റ്റ് കൺട്രോൾ അല്ലെ, ഡയറക്റ്റ് പാർലമെന്റേറിയൻ കൺട്രോൾ അല്ലെ, ഇവിടെ കൺട്രോൾ ചെയ്യാണ് അല്ലെ. സോ ഇവിടെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി ഇവിടെയും അതിന്റെ കൺട്രോൾ വരും. കോമൺ സെൻസ് ആണ്. And now the court of directors had to report all the civil, military, revenue matters to the Bengal to the British company അല്ലെ. കുറച്ചുകൂടിയും മോണിറ്ററിങ് ഇൻക്രീസ് ചെയ്തു. Prohibited private trade, bribes and money lending, immoral activities അല്ലെ. നമ്മൾ പറഞ്ഞു ഈ രീതിയിൽ നല്ല രീതിയിൽ കറപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലെ. പ്രൈവറ്റ് ട്രേഡും ബ്രൈബ്സും മണി ലെൻഡിങ്ങും ഇമ്മോറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, എല്ലാം പ്രോഹിബിറ്റ് ചെയ്തു. കമ്പനി അധീനതയിലേക്ക് കൊണ്ടുവരുവാണല്ലേ. In India, there was no single authority at that time. Okay, so this act tried to establish an empowered central authority. അല്ലെ, ആ സമയത്ത് ഒരു സിംഗിൾ അതോറിറ്റി ഉണ്ടായിരുന്നില്ല. സോ ഈ ആക്ട് എന്ത് ചെയ്തു, ഒരു സിംഗിൾ അതോറിറ്റി എംപവർ ചെയ്യാൻ നോക്കി. ഗവർണർ ഓഫ് ബംഗാൾ ടു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അല്ലെ. ഗവർണർ ഓഫ് ബംഗാൾ ചേഞ്ചസ് ടു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ആക്ട് ഏതാന്ന് ആലോചിച്ചോ. ചേഞ്ചസ് ടു ഗവർണർ ജനറൽ, ജനറൽ എന്നുള്ള ഒരു പേര് എക്സ്ട്രാ വരികയാണ് ചെയ്യുന്നത് അല്ലെ. ഗവർണർ ജനറൽ എന്നുള്ള ഒരു പേര് എക്സ്ട്രാ വരികയാണ്. And 4 executive councillors to assist him. So Governor General of Bengalum ഗവർണറുടെ കൂടെ 4 councillors അല്ലെ, അല്ലെങ്കിൽ 4 members to assist him അല്ലെ. 4 members. നിങ്ങൾ പൊളിറ്റിയിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഈ പോയിന്റുകളൊക്കെ കാണാപ്പാടമെന്നല്ല, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇത് ഈ പോയിന്റ്സ് കാണുമ്പോൾ, ഡിഫറെന്റ് ആക്ടിലെ പോയിന്റ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, ഇത് ഈ കാലഘട്ടത്തിലെ ആക്ട് ആണ് അല്ലെ, ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള നിയമമാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് ഏതാണ് ആക്ട് എന്ന് കിട്ടണം. സോ അതേപോലെ 4 കൗൺസിൽ ഓഫ് മെമ്പേഴ്സ് ഉണ്ട്. ഇതിൽ ഡിസിഷൻസ് മെജോറിറ്റി പ്രകാരമാണ് അല്ലെ, മെജോറിറ്റി ഡിസിഷൻ ആണ്. അതും ഇവിടെ എടുക്കുന്ന ഡിസിഷൻസ് അല്ലെ, മെജോറിറ്റി ഡിസിഷൻസ് ഈസ് ഓൾസോ ബൈൻഡിങ് ഓൺ ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അല്ലെ. ബംഗാളും അത് ബൈൻഡിങ് ആണ്. ഗവർണർ ജനറലിനും അത് ബാധകമാണ്. ഹവർ ഗവർണർ ജനറലിക്ക് ഓർഡിനറി വോട്ടും അതേപോലെ തന്നെ കാസ്റ്റ് വോട്ട് അല്ലെ, കാസ്റ്റിംഗ് വോട്ട് അല്ലെ, ഈക്വൽ ആവുന്ന സമയത്ത് എക്സ്ട്രാ വോട്ട് ചെയ്യാനുള്ള അല്ലെ, കാസ്റ്റിംഗ് വോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പൊളിറ്റിയിലൊക്കെ. അപ്പൊ അതിനുള്ള അധികാരവും നമ്മുടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനുണ്ടായിരുന്നു. ഹവർ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ മെജോറിറ്റി, അത് ഗവർണർക്ക് ബൈൻഡിങ് ആണ്. പിന്നീട് വരുന്ന ആക്ടുകളിൽ ഗവർണർ ആയിരുന്നു, നമ്മൾ പഠിക്കും, വരുന്ന സമയത്ത് പഠിക്കും. ഇതിപ്പോ നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കും. അങ്ങനെ വാരൻ ഹാസ്റ്റിംഗ് വാസ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അല്ലെ, പേരോർത്തിരിക്കുക. Obviously, Act provided for the establishment of the Supreme Court of Calcutta, that is Chief Justice plus 3 judges. അല്ലെ, സുപ്രീം കോടതിയും നമ്മൾ ഈ ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ
കറക്റ്റ് ആയിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. റെഗുലേഷൻ ആക്ട് ഓഫ് 1773 അല്ലെ, ഏത് റീസൺ പ്രകാരമാണ് റെഗുലേഷൻ ആക്ട് എന്നത്, അത് പ്രകാരമുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റൈറ്റ്. സോ നമുക്ക് അടുത്ത ആക്ടിലേക്ക് പോകാം. അടുത്ത ആക്ട് അമെൻമെന്റ് ആക്ട് അല്ലെങ്കിൽ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് 1781. അമെൻമെന്റ് ആക്ട് എന്നും അല്ലെങ്കിൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1781 എന്നും ആക്ട് ഓഫ് സെറ്റിൽമെന്റ് 1781 എന്നും അറിയപ്പെടുന്ന ആക്ട് ആണ്. പാസ്ഡ് ടു റിസോൾവ് ദ കോൺഫ്ലിക്ട് റിഗാർഡിംഗ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്. ഈ ആക്ട് വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഗുലേഷൻ ആക്ട് 1773 പ്രകാരമുള്ള അല്ലെ കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്യേണ്ടിയിട്ടാണ് അല്ലെ പ്രധാനമായിട്ടും ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോടതി. സുപ്രീം കോടതിയിൽ ചില കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ അമെൻമെന്റ് ആക്ട് പ്രകാരം, 1781 ആക്ട് പ്രകാരം അല്ലെ. സുപ്രീം കോടതിയുടെ നമുക്കത് വായിക്കാം. എന്നിരുന്നാലും ഈ ആക്ട് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1773 ജൂറിസ്ഡിക്ഷൻ അല്ലെ സുപ്രീം കോടതിയുടെ അധികാരവുമായി ബന്ധപ്പെട്ടിട്ട് അതിനുള്ള പ്രശ്നങ്ങളാണ് പിന്നീട് ഈ ഒരു ആക്ട് വരാനുള്ള കാരണം. ഗവർണർ ജനറൽ ആൻഡ് കൗൺസിൽ അലോങ് വിത്ത് ദ കമ്പനി സെർവൻസ് എക്സെപ്റ്റഡ് അല്ല ഒഴിവാക്കപ്പെട്ടു ഫ്രം ദി സുപ്രീം കോർട്ട് ജൂറിസ്ഡിക്ഷൻ ഫോർ ദർ ഒഫീഷ്യൽ ആക്ഷൻ അല്ലെ. സിമ്പിൾ, ജസ്റ്റ് റീഡ് ചെയ്യും. എക്സ്ക്ലൂസീവ് റവന്യൂ ഓക്കെ, എക്സ്ക്ലൂസീവ് റവന്യൂ മാറ്റേഴ്സ് ഓർ ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് റവന്യൂ കളക്ഷൻ എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടു അല്ലെ. അപ്പോ റവന്യൂ മാറ്റേഴ്സും അല്ലെങ്കിൽ റവന്യൂ കളക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസും എല്ലാം സുപ്രീം കോടതിയുടെ പരിധിയിലില്ല, അതും എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടു. സുപ്രീം കോടതി അതോറിറ്റി എക്സ്റ്റെൻഡഡ് ഓൾ ഓവർ ദ റെസിഡൻസ് ഓഫ് ദ കൽക്കട്ട അല്ലെ. റെസിഡൻസ് ഓഫ് ദ കൽക്കട്ടയിൽ സുപ്രീം കോടതിയുടെ അതോറിറ്റി ഇൻക്രീസ് ചെയ്തു. അതേപോലെ തന്നെ ഹിന്ദു മുസ്ലിംസ് വെർ ട്രൈഡ് അണ്ടർ ദ റെസ്പെക്റ്റീവ് പേഴ്സണൽ ലോസ് അല്ലെ. ഹിന്ദുസിന്റെ പേഴ്സണൽ ലോസ്, മുസ്ലിംസിന്റെ പേഴ്സണൽ ലോസ്, ഇത് വെച്ചിട്ടായിരുന്നു അവരെ ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഓർത്തിരിക്കണേ, ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്തു ഓൾ ഓവർ കൽക്കട്ട. അതേപോലെ തന്നെ റെസ്പെക്റ്റീവ് അല്ലെ പേഴ്സണൽ ലോസ് അനുസരിച്ചിട്ടാണ് ഇവരെ ട്രയൽ ചെയ്തിട്ടുള്ളത് അല്ലെ. അതിനനുസരിച്ചുള്ള പണിഷ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് ലഭിക്കുക. ആൻഡ് ഗവർണർ ജനറൽ ആൻഡ് കൗൺസിൽ were empowered to establish rules and regulation for the provincial courts and councils. ഗവർണർ ജനറലുകളും അല്ല ഗവർണർ ജനറൽ ആൻഡ് കൗൺസിൽ were empowered to establish rules and regulation for the provincial court അല്ലെ. പ്രൊവിൻഷ്യൽ കോർട്ട് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ കീഴിലുള്ള കോടതികൾ ഉണ്ടാവുമല്ലോ അല്ലെ. നമുക്കിപ്പം ഹൈക്കോടതികളുമായി കമ്പയർ ചെയ്യാം പ്രൊവിൻഷ്യൽ കോർട്ട്. അപ്പൊ അതിനുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാക്കാനുള്ള അധികാരം ഈ പറഞ്ഞ പോലെ ഗവർണർ ജനറലും ഗവർണർ ജനറലിന്റെ 4 മെമ്പേഴ്സ്, ഓർത്തിരിക്കുക 4 മെമ്പേഴ്സ്. സോ ദിസ് ആക്ട്, ഈ ആക്ട് എന്ത് ചെയ്തു അല്ലെ, നമുക്കറിയാം ഡിഫറെന്റ് ആയിട്ട് അല്ലെ സെപ്പറേറ്റ് ആക്കി കളഞ്ഞു അല്ലെ. എക്സിക്യൂട്ടീവ് ഫംഗ്ഷനും ജുഡീഷ്യറി ഫംഗ്ഷനും ഡിലീനിയേറ്റ് ചെയ്യപ്പെട്ടു, സെപ്പറേറ്റ് ആക്കി അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫിനിഷൻ കൊടുത്തു അല്ലെ. സുപ്രീം കോടതിയുടെ കറക്റ്റ് ആയിട്ട് എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടു അല്ലെ. അപ്പൊ ഏത് ആക്ട് പ്രകാരമാണ് ജുഡീഷ്യറി ഫംഗ്ഷനും എക്സിക്യൂട്ടീവ് ഫംഗ്ഷനും ക്ലിയർലി സെപ്പറേറ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഈ ആക്ട് ആണ്. ഓക്കെ, ഈ ആക്ട് ആണ്. റൈറ്റ്, അമെൻമെന്റ് ഓഫ് 1781. സോ ജസ്റ്റ് ഓർത്തിരിക്കുക. ഇതില് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ റിമെമ്പർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ നമുക്ക് ഇത് വേറൊരു ഓപ്ഷൻ ഇല്ല ഇത് പഠിക്കാൻ അല്ലെ. ജസ്റ്റ് മെമ്മറൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞു, ഒരു എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറി പവർ കൂടി ചെക്ക് ചെയ്യുന്നതാണ് അല്ലെ, നമ്മുടെ കോൺസെപ്റ്റ് കൂടി ചെക്ക് ചെയ്താണ്. അപ്പോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഈ സമയത്താണ് അല്ലെ ഇങ്ങനെ ചെയ്യപ്പെട്ടത് അല്ലെ, എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടു അല്ലെ. പിന്നീട് വന്നിട്ടുള്ള റെക്ടിഫൈ ചെയ്ത കാര്യങ്ങൾ. പിന്നീട് വന്നിട്ടുള്ള ഒരു ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യാസ് ആക്ട് ഓഫ് 1784. പിറ്റ്സ് ഇന്ത്യാസ് ആക്ട് ഓഫ് 1784 ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വില്യം പിറ്റ് അല്ലെ. പിറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് പിറ്റ് ആക്ട് എന്നുള്ള പേരുള്ളത്. സിമ്പിൾ ആണ്. And aim was to remove the weakness of the Regulation Act of 1773. Okay, കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ജസ്റ്റ് നോക്കാം. അപ്പൊ 1773 വന്നിട്ടുള്ള ആക്ടിലുള്ള അല്ലെ അതിന്റെ പ്രശ്നങ്ങൾ അല്ലെ. എയിം വാസ് ടു റിമൂവ് ദ വീക്ക്നെസ് ഓഫ് ദി റെഗുലേഷൻ ആക്ട് അല്ലെ. ഇതെന്താണ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ടുമായിട്ടുള്ള പ്രശ്നം. ഇവിടെ എന്താണ് 1773 വന്നിട്ടുള്ള അല്ലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം. So, weakness of the Regulation Act and bring company under the administration in India, supreme control of British Parliament. അല്ല, നമ്മൾ പഠിച്ചോല്ലേ ഈ ആക്ടിന്റെ ഒക്കെ ഉദ്ദേശം എന്താന്നൊക്കെയുള്ള കാര്യം നമ്മൾ ആദ്യത്തെ നമുക്ക് അറിയാം അല്ലെ.
ടു കൺട്രോൾ ദ കമ്പനി അല്ലെ, കമ്പനിയെ നമ്മൾ നമ്മുടെ പരിധിയിൽ എത്തിക്കുക അല്ലെ. ഞാൻ ഇന്നലെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 17 ഒന്നുകൂടി ഞാനത് 1773 1813 അല്ലെ, ആക്ടുകളാണ്. 1833 1853 കമ്പനിയുടെ പ്യൂർലി ഒരു ട്രേഡിംഗ് അല്ലെ, ഒരു കൊമേഴ്ഷ്യൽ ബോഡി ആയിരുന്നു ഈ ഒരു സമയത്തൊക്കെ. കൊമേഴ്ഷ്യൽ ബോഡിയാണ് അല്ലെ. പിന്നീട് ഇവഞ്ച്വലി ഓരോരോ ആക്ട് വരുന്നതിനനുസരിച്ച് അല്ലെ, ആക്ട് വരുന്നതിനനുസരിച്ച് പൊളിറ്റിക്കൽ അല്ലെ, ഈ കൊമേഴ്ഷ്യൽ ട്രേഡിംഗ് ബോഡി എന്നതിനുപരി ഒരു പൊളിറ്റിക്കൽ 1853 ആകുമ്പോഴേക്കും ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായി മാറിക്കഴിഞ്ഞു അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായി മാറിക്കഴിഞ്ഞു. ഓൾറെഡി നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. ഇവിടെ എന്താണ് സെൻട്രലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അല്ലെ, സെൻട്രലൈസേഷൻ സ്റ്റാർട്ടഡ് അല്ലെ, കമ്പനിയെ വരച്ച വരയിൽ നിർത്തിക്കാൻ തുടങ്ങി അല്ലെ. വരച്ച വരയിൽ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി അല്ലെ. അതേപോലെ തന്നെ സ്ട്രക്ചറിലെ വ്യത്യാസം വന്നു അല്ലെ, നമ്മളിപ്പോ പറഞ്ഞു, അതൊക്കെ ഇപ്പൊ പറഞ്ഞു. ഗവർണർ ഓഫ് ബംഗാൾ മാറി ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി അല്ലെ. എന്നിട്ട് ബോംബെയും മദ്രാസും ഇതിന്റെ കീഴിലാക്കി അല്ലെ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യും. അപ്പൊ അത് പ്രകാരം ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിലാവും അല്ലെ. സോ ഇത് ഓർത്തിരിക്കുക. അടുത്ത 1813 അല്ലെ, അത് ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാം. അതാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. So Pitt's India's Act 1783 increased the control of British government. It was the first time that areas in India controlled company were called as British possession in India. അല്ലെ, ബ്രിട്ടീഷ് അധീനതയിൽ ആദ്യമായിട്ടാണ് ഈ ആക്ട് പ്രകാരം ആദ്യമായിട്ടാണ് അല്ലെ, റെഗുലേഷൻ ആക്ട് ഓഫ് അല്ല പിറ്റ്സ് ഇന്ത്യാസ് ആക്ട് പിറ്റ്സ് ഇന്ത്യാസ് ആക്ട് ഓഫ് 1784 പ്രകാരമാണ് എന്ത് പറയുന്നത്, ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ അല്ലെ, കമ്പനിയുടെ അധീനതയിലുള്ള സ്ഥലങ്ങളെ ബ്രിട്ടീഷ് പൊസഷൻ എന്ന് ഒഫീഷ്യലി പറഞ്ഞു. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് for commercial affairs of the company and political affairs, the act appointed board of 6 commissioners known as board of control. board of control എന്നുള്ള ഒരു പുതിയൊരു ബോഡി വന്നു. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിറ്റ്സ് ഇന്ത്യാസ് ആക്ട് 1784 അല്ലെ, വർഷമൊക്കെ ഓർത്തിരിക്കണേ. ഞാൻ പിന്നെ നമ്മള് നോമ്പാണല്ലോ, അതുകൊണ്ട് ടയേർഡാണ് ഓൾറെഡി. അപ്പൊ വർഷമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബോർഡ് ഓഫ് കൺട്രോൾ അല്ലെ, പുതിയ ബോർഡ് ഓഫ് കൺട്രോൾ വന്നു. ഈ ആക്ട് പ്രകാരമാണ് ബോർഡ് ഓഫ് കൺട്രോൾ വന്നത്. ബോർഡ് ഓഫ് കൺട്രോൾ എന്ത് കൊടുത്തു, പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ അല്ലെ, പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ്. ഇങ്ങനെ തന്നെ കള്ളിയൊക്കെ വരച്ച് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല. പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ പവേഴ്സ്. ഓൾറെഡി നമുക്കറിയാം അല്ലെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു അല്ല, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെ, ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. ഇത് എപ്പോഴാ വന്നതെന്ന് നമുക്കറിയാം അല്ലെ. ഇവിടെ ഫംഗ്ഷൻ കൊമേഴ്ഷ്യൽ പവേഴ്സ് അല്ലെ, അങ്ങനെ കൊമേഴ്ഷ്യൽ പവേഴ്സ്. പിറ്റ്സ് ഇന്ത്യാസ് ആക്ട് പ്രകാരം ഒരു 6 മെമ്പർ ബോഡി വരുന്നു, ബോർഡ് ഓഫ് കൺട്രോൾ അല്ലെ. ഇതാണ് അവിടെ പറയുന്നത്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ, അല്ലാതെ വളരെ ടഫും കാര്യങ്ങളായിട്ടുള്ള വേറൊന്നുമില്ല. ആക്ട് thus placed the civil and the military government of the company in due subordination of the government of India, and this continued till 1858. Okay, 1858 ആണ് കേട്ടോ, 1958 അല്ല, 1858. The number of governor council was reduced to 3 അല്ലെ. 4 മെമ്പേഴ്സ് ആണ് നമ്മൾ പഠിച്ചു അല്ലെ. ആക്ട് പ്രകാരം ഗവർണർ ജനറലും 4 മെമ്പേഴ്സും ആണ് അല്ലെ, കൗൺസില് ഡിസിഷൻ ഒക്കെ എടുക്കാൻ അല്ലെ, മെജോറിറ്റി ഡിസിഷൻ എല്ലാം നമ്മൾ പഠിച്ചു. എന്തായി, ഇവിടെ 3 ആയി റെഡ്യൂസ് ചെയ്തു അല്ലെ, 3 ആളായി കുറച്ചു. ആൻഡ് ആ 3-ൽ ഒരാൾ ആരായിരിക്കും, കമാൻഡർ ഇൻ ചീഫ് ഓഫ് ബ്രിട്ടീഷ് ആർമി ഇൻ ഇന്ത്യ അല്ലെ. ഈ 3-ൽ ഒരാള് ബ്രിട്ടീഷ് അല്ലെ, ഇന്ത്യയിലെ ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് ആയിരിക്കും. The governor general and the council were made subordinate to British government. They were forbidden to declare war without the prior sanctions അല്ലെ. കൺട്രോളിങ് ചെയ്യാനല്ലേ, നോക്കൂ നിങ്ങൾ, കൺട്രോളിങ്, ദേ ആർ കൺട്രോളിങ് അല്ലെ. ഇവരുടെ പെർമിഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാർലമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. പാർലമെന്റിന്റെ പെർമിഷൻ ഉണ്ടാവണം.
അല്ലെ? കൺട്രോളിങ്, പതുക്കെ പതുക്കെ കൺട്രോളിങ് ആണ് അല്ലെ? കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കൂ. ഓക്കെ, ഇതും ജസ്റ്റ് ഓർത്തിരിക്കുന്നത്, 3 കുറച്ചത്. പിന്നീടുള്ള ആക്ട് ആണ് ആക്ട് ഓഫ് 1786 അല്ലെ? ഈ ആക്ടിന് ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺവാലിസിന് വേണ്ടിയിട്ട്, ലോർഡ് കോൺവാലിസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആണ് ആക്ട് ഓഫ് 1786. അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റും. കോൺവാലിസിനോട് ഈ പറഞ്ഞ പോലെ ഗവർണർ ജനറലിന്റെ പദവി ഏറ്റെടുക്കാൻ പറയുന്ന സമയത്ത് കോൺവാലിസ് 2 ഡിമാൻഡുകൾ വെക്കുന്നുണ്ടായിരുന്നു. ഈ 2 ഡിമാൻഡുകളും കമ്പനി അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ട് ആണ് ആക്ട് ഓഫ് 1786. റൈറ്റ്. So in 1786, Pitt moved this bill in the order to make Cornwallis accept the Governor General of India. അല്ലെ? നമ്മൾ പറഞ്ഞു കോൺവാലിസിന്റെ എന്താണല്ലേ ഡിമാൻഡ് എന്താണ്? കോൺവാലിസ് വാണ്ടഡ് ടു അസ്യൂം ദ പവർ ഓഫ് ബോത്ത് ദി ഗവർണർ ജനറൽ ആൻഡ് കമാൻഡർ ഇൻ ചീഫ്. അല്ലെ? ഗവർണർ ജനറലിന്റെയും കമാൻഡർ ഇൻ ചീഫിന്റെയും 2 പവർ, 2 സെപ്പറേറ്റ് ആണ് ഇതുവരെ. ഈ 2 പവറും എനിക്ക് വേണം, കോൺവാലിസ് പറയണം അല്ലെ? ഞാൻ തന്നെയായിരിക്കും കമാൻഡർ, ഞാൻ തന്നെയായിരിക്കും ഗവർണർ ജനറൽ. അങ്ങനെ കോൺവാലിസിന്റെ ഈ ഒരു ഡിമാൻഡ് അംഗീകരിക്കുകയാണ്. ദിസ് ആക്ട് ജോയിൻഡ് ദ ബോത്ത് ഓഫീസസ് ഓഫ് ദി ഗവർണർ ജനറൽ ആൻഡ് കോർട്ട് ഓഫ് കമാൻഡർ ഇൻ ചീഫ്. അല്ലെ? അങ്ങനെ കോൺവാലിസ് 2 ആവുകയാണ്. അടുത്ത ഗവർണർ ജനറൽ വാസ് ഫർദർ എംപവേർഡ് ആൻഡ് അലൗഡ് ടു ഓവർറൈഡ് ദ മെജോറിറ്റി ഓഫ് ദ കൗൺസിൽ ഇൻ മാറ്റേഴ്സ് ഓഫ് വാർ ആൻഡ് പീസ് ഓൺ ഹിസ് ഓൺ റെസ്പോൺസിബിലിറ്റി. നമ്മൾ അതും പഠിച്ചു അല്ലെ? ഗവർണർ ജനറല് 4 കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ട്, അത് 3 മാറുന്നു അല്ലെ? ഇവിടെ എന്താണ്? നമ്മൾ പഠിച്ചത് മെജോറിറ്റി ഡിസിഷന് ഗവർണർ ജനറലിനും ബൈൻഡിങ് ആണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോ എന്തായി? കോൺവാലിസ് പറയാണ് എനിക്ക് അധികാരം വേണം. സ്പെഷ്യൽ കേസസിൽ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഈ കൗൺസിലിന്റെ മെജോറിറ്റിയിൽ ഓവർ റൈഡ് ചെയ്യാനുള്ള അധികാരം എനിക്ക് വേണം. ഹിസ് ഓൺ റെസ്പോൺസിബിലിറ്റി. ഈ 2 കാര്യമാണ് കേട്ടോ. ഫോർ മേക്കിംഗ് കോൺവാലിസ് മോർ പവർഫുൾ അല്ലെ? കോൺവാലിസിന് വേണ്ടിയിട്ട് പാസ്സാക്കിയിട്ടുള്ള ആക്ട് ആണ്. അടുത്ത ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1793 പാസ്ഡ് ഇൻ റെസ്പോൺസ് അല്ലെ കൺസേൺസ് അല്ലെ? കുറച്ച് കൺസേൺസ് കൊണ്ട്, കാര്യങ്ങൾ കൊണ്ട് പാസ്സാക്കിയിട്ടുള്ള ആക്ട് ആണ്. ഒന്നാമത്, ഗവർണർ ജനറലിന്റെ കയ്യിൽ ഇപ്പോ ഒരുപാട് കോൺസെൻട്രേഷൻ ഓഫ് പവർ ആണ് അല്ലെ? ഗവർണർ ജനറൽ തന്നെയാണ് കമാൻഡർ ഇൻ ചീഫ് അല്ലെ? ദ നീഡ് ടു റെഗുലേറ്റ് കമ്പനീസ് ഫിനാൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി. വീണ്ടും അല്ലെ? വീണ്ടും റെഗുലേറ്റ് ചെയ്യണം. To codify the laws to ensure that there was an impression of fairness and transparency in governance. നിയമങ്ങൾ കോഡിഫൈ ചെയ്യാനും അല്ലെ? ചോദിക്കാം അല്ലെ? ഏത് ആക്ട് പ്രകാരമാണ്? ടു കോഡിഫൈ ലോസ് അല്ലെ? ടു എൻഷുർ ദാറ്റ് ദർ വാസ് ആൻ ഇംപ്രഷൻ ഓഫ് ഫെയർനെസ് ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ഗവർണൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ? കോഡിഫൈ ലോ എന്നുള്ള കീ ടേം ഓർത്തിരിക്കുക. ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1793 പ്രകാരമാണ്. It extended the company's exclusive privilege of trade of further 20 years. Further 20 years, maintaining its trade monopoly and political control. ഇവിടെ എന്ത് ചെയ്തു? ട്രേഡ് മോണോപ്പൊളി. ട്രേഡ് മോണോപ്പൊളി എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ തന്നെ ചെയ്യും. ഓക്കെ, ട്രേഡ് മോണോപ്പൊളി അല്ലെ? മോണോപ്പൊളി നിങ്ങൾക്ക് അറിയായിരിക്കും. എല്ലാം ഞാൻ തന്നെ, എല്ലാം നമ്മൾ തന്നെ ചെയ്യും. പുറത്തുനിന്ന് ഒരു ഫോഴ്സ് വന്നിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ട്രേഡ് ഒന്നും ചെയ്യേണ്ട, എല്ലാം നമ്മൾ തന്നെ ചെയ്യും. ട്രേഡ് മോണോപ്പൊളി 1813 മുതൽ ട്രേഡ് മോണോപ്പൊളിയിൽ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി അല്ലെ? ഞാൻ പറഞ്ഞുതരാം. ഇതിലേക്ക് ഞാൻ വരാം. 1830 അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ആക്ട് പ്രകാരം അല്ലെ വരാം, സംശയിക്കണ്ട. 20 വർഷത്തേക്ക് ട്രേഡ് മോണോപ്പൊളി കിട്ടി. ഇൻക്രീസ് ദ പവർ ഓഫ് ഗവർണർ ജനറൽ ആൻഡ് ഹി ഹാഡ് ദ പവർ ടു ബൈപാസ് ദ കൗൺസിൽ ഡിസിഷൻ അല്ലെ? വീണ്ടും പവർ ഗവർണർ ജനറൽ, ഹി ഹാസ് ദ പവർ ടു ബൈപാസ് ദ കൗൺസിൽ ഡിസിഷൻ അല്ലെ? മുമ്പ് എന്തായിരുന്നു? പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രം വാർ ആൻഡ് പീസ് ആണ് അല്ലെ? വാക്കുകൾ ഓർത്തിരിക്കണം, വാർ ആൻഡ് പീസ് ആണ്. ഇപ്പൊ എന്താണ്? ഏത് ഡിസിഷനും ബൈപാസ് ചെയ്യാൻ പറ്റും. The company was empowered to give license to individuals as well as the company employees to trade in India. This license was known as privileges or country trade. അല്ലെ? എന്താണ് country trade എന്ന് ഓർത്തിരിക്കുക അല്ലെ? കമ്പനി വാസ് എംപവേർഡ് ടു ഗിവ് ലൈസൻസ് ടു ഇൻഡിവിജ്വൽസ് അല്ലെ? കമ്പനിക്ക് അധികാരം കൊടുത്തു അല്ലെ? വ്യക്തികൾക്കും കമ്പനിയുടെ എംപ്ലോയികൾക്കും ട്രേഡ് ചെയ്യാനുള്ള പെർമിഷൻ കമ്പനിക്ക് കൊടുത്തു. ഈ ലൈസൻസിനെ നമ്മൾ പ്രിവിലേജസ് അല്ലെങ്കിൽ കൺട്രി ട്രേഡ് എന്ന് അറിയപ്പെടുന്നു. ഇത് പിന്നീട് ഓപ്പിയം ട്രേഡിലേക്കൊക്കെ വഴി വിട്ടിട്ടുണ്ട്. ഓക്കെ, അതിന് പേയ്ഡ് പേ വഴി കാണിച്ചിട്ടുണ്ട്. ഓപ്പിയം ട്രേഡ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്. ദിസ് ആക്ട് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ഗവർണൻസ് ബേസ്ഡ് ഓൺ ദ റിട്ടൺ ലോസ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ in place of personal rules of past rulers.
ഓക്കെ, ഇവിടെയുള്ള കീ വർക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇവിടുന്നൊക്കെ ഈ മെയിൻസിന് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. പ്രിലിംസിന് വന്നാലും നമ്മൾ പഠിച്ചു വെച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇത് തന്നെ നല്ല ഡെപ്ത് ആയിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലെ. അപ്പൊ റിട്ടേൺ ലോസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ റിട്ടേൺ ലോസ് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംതിങ് റിലേറ്റഡ് വിത്ത് റിട്ടേൺ ലോസ്. Act required all the laws to be printed and translated in Indian languages so the people will become familiar with that law and regulations അല്ലെ. ആക്ട് പറയാനല്ലേ, ചോദിക്കാമല്ലേ. 1793 പ്രകാരമുള്ള ആക്ട് പ്രകാരം ലോസും അല്ലെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഇന്ത്യൻ ലാംഗ്വേജസിൽ അല്ലെ പ്രിന്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ലോക്കൽ ആയിട്ടുള്ള ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്നും ഈ ആക്ട് പ്രകാരം വന്നിട്ടുണ്ട്. ചോദിക്കുമല്ലേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് laid down അല്ലെ ലോസ് ടു ബി പ്രിന്റഡ് ആൻഡ് ട്രാൻസ്ലേറ്റഡ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1793 ആക്ട് ആണ്, ചാർട്ടേഴ്സ് ആക്ട്. വർഷങ്ങൾ ഓർത്തിരിക്കുക. സോ അതും ക്ലിയർ ആണ്, റൈറ്റ്. അടുത്ത നമ്മൾ 1813 ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1813. സോ ബാക്ക്ഗ്രൗണ്ട്, അതിനു മുന്നോടിയായിട്ട് ഞാൻ ഇന്നലെ വരച്ചിട്ടുള്ള ഒന്നുകൂടിയും ഇത് നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി പറയുമ്പോൾ ഒന്നുകൂടി ഇത് ക്ലിയർ ആവും. ഹിയർ എന്ത് ചെയ്തു, ട്രേഡ് മോണോപ്പൊളി എൻഡ് ചെയ്തു അല്ലെ. ട്രേഡ് മോണോപ്പൊളി എൻഡഡ് അല്ലെ. ട്രേഡ് മോണോപ്പൊളി എൻഡഡ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അല്ലെ, ഇനി വരുന്നവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. മോണോപ്പൊളി, ബ്രിട്ടീഷുകാരുടെ മോണോപ്പൊളി ഇല്ലാതെയായി. എക്സെപ്റ്റ് ടീ ആൻഡ് ട്രേഡ് വിത്ത് ചൈന അല്ലെ. ബാക്കി ട്രേഡ് മോണോപ്പൊളി എൻഡ് ചെയ്തു അല്ലെ. നമ്മൾ കാണുകയാണ് അല്ലെ, പിന്നീട് 1813 മുതൽ ഇങ്ങനെ ഡീസെൻട്രലൈസ് ചെയ്ത് പോവാണ് അല്ലെ. എന്തിനാണ്? പൊളിറ്റിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായി മാറാൻ വേണ്ടിട്ട് അല്ലെ. ട്രേഡിങ്ങും കൊമേഴ്ഷ്യൽ ബോഡി ആയിട്ടല്ല, അതിൽ നിന്ന് മാറി കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് വരികയാണ് അല്ലെ. ഫ്രീ ട്രേഡ് എൻഡ് ചെയ്തു. പിന്നീട് 1833 ആകുമ്പോഴേക്ക് എന്താണ്, ആസ്ക്ഡ് the company to wind up all the commercial business as soon as possible അല്ലെ. എന്തുകൊണ്ടാണ്? മൈൻഡില് ഭരിക്കാൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആവണം അല്ലെ, അത് ഓർത്തിരിക്കുക. പിന്നീട് 1853 ആവുമ്പോഴേക്ക് ഒരു പൊളിറ്റിക്കൽ, ഒരു പ്യൂർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, ജസ്റ്റ് റീഡ് ചെയ്ത് നമുക്ക് പോവാം. ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1813, ഈ സമയത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്നുണ്ടായിരുന്നു അല്ലെ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. ചീപ്പ് പ്രൊഡക്ട്സ് ഉണ്ടാവുന്നു അല്ലെ, സോർട്ട് ന്യൂ മാർക്കറ്റ് അല്ലെ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ചീപ്പ് പ്രൊഡക്ട്സ്, മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. അതുകൊണ്ട് തന്നെ ന്യൂ മാർക്കറ്റിന്റെ ആവശ്യമുണ്ടായിരുന്നു ഫോർ ബ്രിട്ടൻ. There were a growing public and paramilitary opposition to the East India Company monopoly with the demand of free trade. കൂട്ടിച്ചേർത്ത with the demand of free trade. There was a growing and public paramilitary opposition അല്ലെ. മോണോപ്പൊളിക്കെതിരെ ഒപ്പോസിഷൻ ഉണ്ടായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ വിത്ത് ഡിമാൻഡ് അല്ലെ. നമ്മൾ പഠിച്ചു അല്ലെ, മോണോപ്പൊളി എൻഡ് ചെയ്തു, അക്സെപ്റ്റ് ഫ്രീ ട്രേഡ്, നമ്മൾ പഠിച്ചു അത് അല്ലെ. സോ അതിന് ഫാക്ടർ അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇത് അല്ലെ. നെപ്പോളിയൻ യുദ്ധം ചെയ്യുന്ന സമയമായിരുന്നു. ഓക്കെ, ഗ്രേറ്റ്ലി ഇമ്പാക്റ്റഡ് ദ യൂറോപ്യൻ ട്രേഡ്, പ്രൊമോട്ടിംഗ് ബ്രിട്ടൻ ടു ലുക്ക് ബിയോണ്ട് യൂറോപ്പ്, പെർട്ടിക്കുലർലി ടുവേർഡ്സ് ഇന്ത്യ അല്ലെ. നെപ്പോളിയൻ വാർ. പിന്നീടുള്ള കുറച്ച് കാര്യങ്ങൾ, പോയിന്റ്സുകൾ ഓർത്തിരിക്കുക. ഈ സമയത്താണ് അഡീഷണലി ക്രിസ്ത്യൻ മിഷണറീസ് വേർ അഡ്വക്കേറ്റഡ് ടു ആക്സസ് ഇന്ത്യ അല്ലെ, advocating for access to India against the company's restrictive policies അല്ലെ. ക്രിസ്ത്യൻ മിഷണറീസും കമ്പനിക്കെതിരെ തിരിഞ്ഞു. Retention of territories and revenue. The Act 1813 renewed the company's charter for the next 20 years and allowed it to possess territories and collect for 20 years. Sorry, this is a mistake at all. ഇവിടെ എന്താണ്, ട്രേഡ് മോണോപ്പൊളി എൻഡഡ്
അല്ലെ? ട്രേഡ് മൊണോപ്പൊളി എൻഡഡ് എക്സെപ്റ്റ് ഫ്രീ ട്രേഡ് അല്ലെ? ഈ പോയിന്റ് ഇവിടെയാണ് വരുന്നത് അല്ലെ? കൺഫ്യൂഷൻ ആവരുത്. The act explicitly declared that the sovereignty of British Crown over the territory secured by the companies. Right. 1813 ആകുമ്പോഴേക്ക് ഫ്രീ ട്രേഡ് മൊണോപ്പൊളി എൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ പോയിന്റ് ഒന്നൊന്നും ഇതാക്കണേ, ഒന്ന് റബ്ബ് ചെയ്യണേ. ഓക്കെ, ക്ലാസ് കാണുന്നവർ ശ്രദ്ധിക്കുക. എൻഡിങ് ദി കമ്പനീസ് മൊണോപ്പൊളി, ഇവിടെ അത് പറയുന്നുണ്ട് അല്ലെ? കമ്പനീസ് മൊണോപ്പൊളി ഓൺ ട്രേഡ് വാസ് ബ്രോക്കൺ എക്സെപ്ഷൻ ടീയും ചായയും ഓപ്പിയം ഗുഡ്സ് ആൻഡ് വിത്ത് ചൈന അല്ലെ? പിന്നെന്താണ് അടുത്ത പോയിന്റ്? ഇന്ത്യൻ കോർട്സ് വേർ ഗ്രാൻഡഡ് ഗ്രേറ്റർ ജുറിസ്ഡിക്ഷൻ ഓവർ ബ്രിട്ടീഷ് ആൻഡ് അതർ യൂറോപ്യൻ സബ്ജക്ട് അല്ലെ? ക്രിസ്ത്യൻ മിഷനറീസ് allowed to go to India and allowed to settle under a license അല്ലെ? ഇതൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ. 1 lakh rupees for education അങ്ങനെ നടത്തിയിരുന്നാൽ മതി കേട്ടോ. 1 lakh rupees for education, funding for education, provided a yearly fund for 1 lakh for literature and education. Act proposed to open competition for civil services position and state that Indians should be eligible for these roles അല്ലെ? അതായത് വർഷങ്ങൾ കഴിയുന്നതോറും അല്ലെ പ്രൊട്ടക്ഷൻ, അതായത് ഇന്ത്യൻസിനാ, അപ്പൊ ഇന്ത്യൻസിനെ നമ്മൾ ഇതിന്റെ ഒരു ഭാഗമാക്കണം, ഇല്ലെങ്കിൽ അത് പ്രശ്നമാകും. ആ ഒരു രീതിയിൽ ഇന്ത്യൻസിനെയും സിവിൽ സർവീസസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് അതിന് അവർക്ക് എലിജിബിൾ ആണ് അല്ലെ? പിന്നീട് ഇത് ഇംപ്ലിമെന്റ് ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1833. ഓക്കെ, ആസ്ക് ടു വൈൻഡ് അപ്പ് ഓൾ കൊമേഴ്ഷ്യൽ ബിസിനസ് ആസ് സൂൺ ആസ് പോസിബിൾ അല്ലെ? എക്സ്ക്ലൂസീവ് പ്രിവിലേജ് എൻഡഡ് അല്ലെ? നമ്മൾ പഠിച്ചു ട്രേഡ് മൊണോപ്പൊളി ഒക്കെ എൻഡ് ചെയ്ത് പോയിട്ട് അവിടെ ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായി മാറുകയാണ് അല്ലെ? കറക്റ്റ് ആയിട്ട് ഒരു സീക്വൻസ് മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പമാണ് ഈ ആക്ടുകളൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. ദിസ് ആക്ട് is also known as St. Helena Act of 1833. ഓക്കെ, ഈ ഏത് ആക്ട് ആണ് സെന്റ് ഹെലീന ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് സെന്റ് ഹെലീന ആക്ട് ബിക്കോസ് എന്തുകൊണ്ടാണ് സെന്റ് ഹെലീന ആക്ട് എന്ന് പറയുന്നത്? ബിക്കോസ് it transferred ownership of the island of St. Helena from the East India Company to British Crown അല്ലെ? ഒരു സൗത്ത് അറ്റ്ലാന്റിക്കില് ഉള്ള ഒരു ഐലൻഡ് ആണ്. ഈ ഐലൻഡിന്റെ ഓണർഷിപ്പ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ക്രൗണിലേക്ക് കൈമാറി. അതുകൊണ്ടാണ് ഇത് സെന്റ് ഹെലീന ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ട്രേഡ് മൊണോപ്പൊളി വാസ് വ്യൂഡ് ആസ് ഹാർംഫുൾ ടു ബോത്ത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇന്ത്യൻ പോപ്പുലേഷൻസ് അല്ലെ? നമ്മൾ പഠിച്ചല്ലേ ട്രേഡ് മൊണോപ്പൊളി ഒക്കെ എൻഡ് ചെയ്യാൻ പോവാണ്, എൻഡ് ചെയ്ത് കഴിഞ്ഞ് വരികയാണ്. ദിസ് ഈസ് എ പീരിയഡ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആൻഡ് ദി ഇംഗ്ലീഷ്മെൻ ആർ ലുക്കിംഗ് ഫോർ ന്യൂ എക്സ്പോർട്ട് മാർക്കറ്റ്സ്. ഇന്ത്യ വാസ് മെയ്ഡ് ഫോർ ബ്രിട്ടീഷ് കോളനി ഫോർ ദ ഫസ്റ്റ് ടൈം. India was made a British colony for the first time. Government of India established with the authority over the entire territory possessed by the British India. അല്ലെ? അതായത് കോളനി, ഇന്ത്യ വാസ് മെയ്ഡ് എ കോളനി, ബ്രിട്ടീഷ് കോളനി ഫോർ ദ ഫസ്റ്റ് ടൈം അല്ലെ? ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനിയായി മാറുന്നത് ഏത് ആക്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1833 ആക്ട് ആണ് അല്ലെ? ദ അതോറിറ്റി ഓവർ ദി എൻറ്റയർ ടെറിട്ടറി പൊസസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ അല്ലെ? ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള ടെറിട്ടറീസ് എല്ലാം colony ആയിരുന്നു. All the restriction imposed on the entry of Europeans and British were abolished അല്ലെ? നമ്മൾ പഠിച്ചു അല്ലെ? ട്രേഡ് മൊണോപ്പൊളി ഒക്കെ എൻഡ് ചെയ്തു, എല്ലാ റെസ്ട്രിക്ഷൻസും കുറക്കാം. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ മെയ്ഡ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ 1833 അല്ലെ? ഗവർണർ ഓഫ് ബംഗാൾ മാറി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയി. പിന്നീട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി മാറുന്നു അല്ലെ? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി മാറുന്നു. കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നു കേട്ടോ. UPSC PYQ കഴിഞ്ഞ പ്രാവശ്യം പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് കൗൺസിൽ വാസ് നോൺ ആസ് ഇന്ത്യൻ കൗൺസിൽ അല്ലെ? ആ കൗൺസിലിനെ ഇന്ത്യൻ കൗൺസിൽ എന്നാണ് അറിയപ്പെട്ടത് അല്ലെ? ഇത്രയും കാലം നമ്മൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ലെജിസ്ലേറ്റേഴ്സ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? കൗൺസിലേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ത്യൻ കൗൺസിൽ എന്ന് അറിയപ്പെട്ടു അല്ലെ? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കൗൺസില് ഇന്ത്യൻ കൗൺസിൽ എന്ന് അറിയപ്പെട്ടു അല്ലെ? പിന്നീട് പാർലമെന്റിന്റെ ഒക്കെ പിതാവായി അറിയപ്പെടും ഇന്ത്യൻ കൗൺസിൽ. വില്യം വെൻഡിക് ബിക്കം ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. പേരും ഓർത്തിരിക്കുക, വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ഓർത്തിരിക്കുക. ആൻഡ് മിലിറ്ററി, സിവിൽ ആൻഡ് മിലിറ്ററി റവന്യൂ മാറ്റേഴ്സ് കൺട്രോൾഡ് ബൈ ഗവർണർ ജനറൽ. യെസ്. ഫിനാൻഷ്യൽ സെൻട്രലൈസേഷൻ, ദ ഗവർണർ ജനറൽ ടുക്ക് ഓവർ ദി ഓൾ ദ മാറ്റേഴ്സ് അല്ലെ? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് കുറച്ചുകൂടിയും അധികാരങ്ങൾ കൊടുക്കുകയാണ് അല്ലെ? സെൻട്രലൈസേഷൻ, ഫിനാൻഷ്യൽ സെൻട്രലൈസേഷൻ അല്ലെ? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി മാറി. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അല്ല, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പൊ പവേഴ്സ് എന്തായാലും കൊടുക്കണം അല്ലെ? ഫിനാൻഷ്യൽ സെൻട്രലൈസേഷൻ, ഫിനാൻഷ്യൽ മാറ്റേഴ്സിന്റെ അധികാരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്കായി. സിവിലും മിലിറ്ററി മാറ്റേഴ്സ്, റവന്യൂ മാറ്റേഴ്സ് ഈ പറഞ്ഞ പോലെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്കായി. ഫോർ ദ ഫസ്റ്റ് ടൈം ദ ഗവർണർ ജനറൽ
RAN was called as Government of India. Okay, ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. For the first time, just a minute. അതൊന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. 1853 ആക്ട് അല്ല, 1833 right. For the first time, the government of Governor General was called as Government of India. Okay, ഓർത്തിരിക്കണേ, അതാണ് കേട്ടോ. The governor of Bombay, Madras, deprived of their powers of making laws. They can now only suggest to the Governor General Council. തിരിഞ്ഞോ അല്ലെ? അതായത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് കൂടുതൽ അധികാരങ്ങൾ കൈമാറുകയാണ്. അതിന്റെ ഒരു ഭാഗമായി ബോംബെയിലും ഗവർണർ ഉണ്ട്, മദ്രാസിലും ഒരു ഗവർണർ ഉണ്ട്, അത് നമുക്കറിയാം അല്ലെ? ആ രണ്ട് ഗവർണറുടെയും പവേഴ്സ്, നിയമങ്ങൾ മേക്ക് ചെയ്യാനുള്ള പവേഴ്സ് ഇല്ലാതെയായി. ഇപ്പൊ അവർക്ക് എന്താണ്? സജഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. They can now only give suggestions. അല്ലെ? They can now only give suggestions. Formation of Law Commission. അല്ലെ? മെക്കാളോ കമ്മീഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ IPC CRPC ഒക്കെ വന്നതിന്റെ റീസൺ ആയിട്ടുള്ള കമ്മീഷൻ അല്ലെ? ഫോർമേഷൻ ഓഫ് ലോ കമ്മീഷൻ, മെക്കാളോ ഓർത്തിരിക്കുക. ടു കോഡിഫൈ ദ ലോസ്. This act provided for the appointment of Law Commission, Macalo. He appointed as the fourth member of Governor Council. അല്ലെ? നമ്മൾ ഓൾറെഡി പഠിച്ചു. 4 3 അല്ലെ? വീണ്ടും 3 4 പോവുകയാണ് അല്ലെ? ഇൻ ദി 1833 ആക്ട് അല്ലെ? ആരാണ് 4ാമത്തെ മെമ്പറായി? മെക്കാളോ അല്ലെ? ലോ മെമ്പർ ചുമതലയേൽക്കുന്നു. പക്ഷെ ഓർത്തിരിക്കുക, ഇവിടെ അതൊരു ഫുൾ ടൈം മെമ്പർ ആയിരുന്നില്ല. വോട്ട് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കിട്ടിയാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. ഒരു ഫുൾ ടൈം മെമ്പർ ആയിരുന്നില്ല. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സിവിൽ സർവീസസ് റിഫോംസ്, ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1833 become the first act that made a provision to freely admit the natives of Indian to share an administration in the country. Because ആ ഒരു സമയമാകുമ്പോഴേക്ക് ഇന്ത്യൻസിനെയും ഇതിൽ ഉൾപ്പെടുത്തുന്ന അത്യാവശ്യമായി മാറിയിരുന്നു അല്ലെ? ഇന്ത്യൻസിനെ ഭരിക്കാൻ ഇന്ത്യൻസിന് അവകാശമുണ്ട്. No native shall by person only of his religion, place or birth, descent, color, exempt from holding any employment under the company. അല്ലെ? കമ്പനിയിലുള്ള ഒരു എംപ്ലോയ്മെന്റ് ഈ പറഞ്ഞ പോലെ ആ ഇന്ത്യൻസിന് ഓൺ ദ നെയിം ഓഫ് ദി റിലീജിയൻ, on the name of the religion, on the name of the place, birth, descent, color, ഇതിലൊന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ? ഈ റീസൺസ് കൊണ്ടൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോ ഇന്ത്യൻസിന് കുറച്ചുകൂടി അല്ലെ റിയാലിറ്റിയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എഫക്റ്റീവ് ആയിരുന്നില്ല. പക്ഷെ ഇന്ത്യൻസിനെ ഉൾപ്പെടുത്താനുള്ള സമയം അതിക്രമിച്ചു അല്ലെ? ആക്ച്വലി ദ ആക്ട് പ്രൊവൈഡഡ്, പിന്നീട് 1858 നമുക്ക് പഠിക്കാം, അത് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. The act provided for a new presidency of Agra and Fort William by the division of Bengal Presidency. പക്ഷെ ഇത് ഒരിക്കലും നിലവിൽ വരുന്നില്ല കേട്ടോ. ഈ ആക്ടിൽ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു പുതിയൊരു പ്രസിഡൻസി കൊണ്ടുവരാൻ നോക്കി. പക്ഷെ യഥാർത്ഥത്തിൽ അത് എക്സിസ്റ്റന്റ് ആയിട്ടില്ല, ഒരിക്കലും നിലവിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അവസാനത്തെ ആക്ടാണ് ആക്ട് ഓഫ് 1853. ഇതാവുമ്പോഴേക്ക് അറിയാലോ അല്ലെ? ഓൾമോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പൊളിറ്റിക്കൽ ബോഡിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. High cost and business delay due to the board of control and court of directors raised concern about the East India Company's efficiency. High cost and business delays അല്ലെ? രണ്ടും ഇതിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഒരു കൺസേൺ ഉണ്ടാക്കി. Politically informed Indians formed group like Bombay Association and Madras Native Association. ഈ സമയത്ത് എന്തായി അല്ലെ? ഇന്ത്യൻസ് പുതുതായി അവരുടെ ഡിമാൻഡുകൾ വരാൻ തുടങ്ങി അല്ലെ? ഇന്ത്യൻസിനെയും കൂടി ഉൾപ്പെടുത്തണം. ഇന്ത്യക്ക് വേണ്ടി നിയമം ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ത്യൻസിനെയും കൂടി ഉൾപ്പെടുത്തണം. ഇന്ത്യൻസ് ഇതിനൊരു ഭാഗമാകണം അല്ലെ? അല്ലാതെ ചുമ്മാ ബ്രിട്ടീഷുകാർ മാത്രം വന്ന് ബ്രിട്ടീഷുകാർ ലോ ഉണ്ടാക്കി അത് ഇന്ത്യയില് നടപ്പാക്കേണ്ടിയല്ല അല്ലെ? ഇത് ഈ സമയത്തൊക്കെ തുടങ്ങിയിട്ടാണ് ഇതൊക്കെയാണ് പിന്നീട് INC ആയി മാറുന്നത് അല്ലെ? ബേസിക്കലി ആവശ്യങ്ങൾ വന്ന് പിന്നീട് അതൊരു വലിയ ആവശ്യമായി മാറുകയാണ് അല്ലെ? ആദ്യം തന്നെ ഇവരുടെ ആവശ്യം ആസാദി അല്ലെങ്കിൽ ഫ്രീഡം കിട്ടണം എന്നായിരുന്നില്ല അല്ലെ? നമ്മളെയും കൂടി ഇതിന്റെ ഒരു ഭാഗമാക്കണം. പിന്നീട് ഡിമാൻഡ് കൂടി വന്ന് നമുക്ക് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വേണം, ഫുൾ ഇൻഡിപെൻഡൻസ് വേണമെന്ന് പറഞ്ഞു വരികയാണ്.
തുടക്കത്തിൽ ഫുൾ ഇൻഡിപെൻഡൻസ് വേണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഒരു അസോസിയേഷനും അല്ലെ. ഇൻക്ലൂഡ് ഇന്ത്യൻസ് ഓൾസോ. ഡിമാൻഡഡ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഗ്രേറ്റർ പാർട്ടിസിപ്പേഷൻ ഇൻ ഗവർണൻസ്. ഫോർ ദ ഫസ്റ്റ് ടൈം ഗവർണർ ജനറൽ കൗൺസിൽ ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു അല്ലെ. നമ്മൾ ആദ്യം പഠിച്ച പോലെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും സെപ്പറേറ്റ് ചെയ്ത പോലെ ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവ് ഫംഗ്ഷനും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു അല്ലെ. ഇപ്പൊ ലെജിസ്ലേറ്റീവും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും എല്ലാം സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. Legislation was treated as a separate function of the government. Local representation was introduced in the Indian legislature because ആവശ്യമായിരുന്നു അല്ലെ. ആ സമയത്ത് തന്നെ ഓർഗനൈസേഷൻ വന്നു. ഓർഗനൈസേഷൻ വന്നിട്ട് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. വി ആർ ഇന്ത്യൻസ്, വി വാണ്ട് ടു ബി പാർട്ട് ഓഫ് ദിസ്. Act provided for the addition of 6 new members to the council, known as legislative councillors. It created a distinct Governor General Legislative Council, which come to be India as known as Indian Legislative Council. Okay, പിന്നീട് ലോക്സഭയും രാജ്യസഭയൊക്കെ മാറുന്നുണ്ട്. ഇതാണ്. എന്നിരുന്നാലും ഈ സമയത്ത് പോലും ഇന്ത്യൻ റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നില്ല. അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ബ്രിട്ടീഷുകാർ അത് കൺസിഡർ ചെയ്യുന്നില്ല. നോ ഇന്ത്യൻ റെപ്രസെന്റേഷൻ സ്റ്റിൽ നൗ. പവർ വിത്ത് ഈ പറഞ്ഞ പോലെ 1858 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷമൊക്കെയാണ് റെപ്രസെന്റേഷൻ ഒക്കെ വരുന്നത് അല്ലെ. ഇന്ത്യൻ കൗൺസിലായിട്ട് 1861 നമുക്കത് പഠിക്കാം, ക്രോണോളജി അനുസരിച്ച് പഠിക്കാം. പവേഴ്സ് വിത്ത് ദീസ് കൗൺസിലേഴ്സ് ഇൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് പവറും കൊടുത്തു അല്ലെ. ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഡിസിഷൻസ് ഡിസ്കസ് ചെയ്യാനും അല്ലെ, പല കാര്യങ്ങൾക്കും അവർക്ക് അധികാരം കൊടുത്തു. The law member was made a full-time member of Governor General Council, taking the strength back to 4 അല്ലെ. നേരത്തെ 4 ആയിരുന്നു, അത് 3 ആക്കി. പിന്നീടും 4 ആയിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ പറഞ്ഞ പോലെ ലോ മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ലോ മെമ്പർ ഒരു ഫുൾ ടൈം മെമ്പർ ആയിരുന്നില്ല അല്ലെ. വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല അല്ലെ. സ്പെഷ്യൽ ഇൻവിറ്റേഷൻ വരുമ്പോൾ മാത്രം പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്തായി, ഫുൾ ടൈം മെമ്പർ ആക്കി മാറ്റി. ആരെ? ലോ മെമ്പറെ. വീണ്ടും അത് 4ലേക്ക് വന്നു അല്ലെ. ജസ്റ്റ് ഓർത്തിരിക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും 2-3 ക്ലാസ്സിലൊക്കെയാണ് ഇത് എന്താ പറയാ കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വളരെ ഭംഗിയായി നമുക്ക് വേണ്ട പോയിന്റ്സുകൾ മാത്രം വളരെ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഇത് റിവിഷൻ ചെയ്യുക. സംശയം വരുമ്പോൾ എന്റെ അടുത്ത് ചോദിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, 1853 ആകുമ്പോഴേക്ക് ഓരോ അസോസിയേഷൻ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. ഈ അസോസിയേഷനെ കുറിച്ച് പഠിക്കണം. അതിന്റെ ഒക്കെ PDF തരാം. അതിന്റെ ഒന്നും ക്ലാസിന്റെ ആവശ്യമില്ല. നമുക്ക് സ്പീഡിൽ ഇനിയുള്ള ക്ലാസ്സസ് ഒക്കെ നമുക്ക് സ്പീഡിൽ എടുത്ത് പോവാം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് നമ്മൾ എടുത്ത് കഴിഞ്ഞു. വാറുകളാണെങ്കിലും ഈ ആംഗ്ലോ കർണാട്ടിക് ആണെങ്കിലും മൈസൂർ മറാത്ത എല്ലാം. ഇനി നമുക്ക് ഈ അസോസിയേഷൻസ് ഉണ്ട് അല്ലെ. പല അസോസിയേഷൻ ഫോം ചെയ്യുന്നുണ്ട്. പിന്നീട് അത് INCയുടെ ഫോർമേഷൻ ആവുന്നുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, അതിന്റെ റീസൺസ് അത് പഠിക്കണം. പിന്നീട് INCയുടെ ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്, മോഡറേറ്റ്, എക്സ്ട്രീമിസ്റ്റുകൾ. പിന്നീട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. സോ അത് നമുക്ക് സ്പീഡിൽ റീഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ പെർമനന്റ് സെറ്റിൽമെന്റ്, റവന്യൂ, റൈറ്റ് വാല്യൂ സെറ്റിൽമെന്റ്, അതൊക്കെ നമ്മുടെ കേസിന് ഇമ്പോർട്ടന്റ് ആണ്. സോ ബേസിക്കലി നമ്മൾ ഈ ആഴ്ച തന്നെ നമുക്ക് മോഡേൺ ഇന്ത്യ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, വൺ തിങ് ഈസ് ദാറ്റ് യു ഹാവ് ടു ഡു റിവിഷൻ, യു ഹാവ് ടു ബി ഇൻ കൺസിസ്റ്റൻസി. ഓക്കെ, പിന്നീട് ഓൾറെഡി ഒന്നുകൂടി ഞാൻ പറയാണ്, നോമ്പാണ്. അതുകൊണ്ട് തന്നെ വളരെ എല്ലാവർക്കും ക്ഷീണമായിരിക്കും. ഇൻഫാക്ട് എനിക്കും ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് സൗണ്ട് ഒന്നും ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ, ഓക്കെ, ഒരു തളർന്ന പോലെ. ഓക്കെ, എനിവേ ലീവ് ഇറ്റ്. സോ നമുക്ക് അതൊന്നും നമ്മുടെ പഠിത്തത്തിന് ഒരു തടസ്സമല്ല. നമ്മൾ അതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ KS കൺകർ ചെയ്യും. സോ ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്. ഞാനിപ്പം തന്നെ ഈ റെക്കോർഡിങ്സ് യൂട്യൂബിൽ ഇട്ടേക്കാം. ഓക്കെ, സോ ടേക്ക് കെയർ.